സർവശക്തനായ ദൈവത്തോടും സകലജനങ്ങളോടും ഞാൻ പറയുന്നു, ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിരന്തരമായ ശുദ്ധം പറയുന്നത് ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിലെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ആരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയും സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ
മനുഷ്യരോട് അരുൾ ചെയ്യുന്നു. സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാലത്ത് പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവവചനമാണ് നാം കേട്ടത്. സുവിശേഷത്തിൽ നമ്മുടെ പാപങ്ങൾ നീക്കാൻ ചെയ്യട്ടെ. My dear Jackson, Jacob, and Renita Mendes, you have come together in this church so that God may seal and strengthen your love, the presence of the church ministry and this community. God abundantly blesses this love. He has already consecrated you in baptism. Now He enriches and strengthens you with a special sacrament so that you may assume the duties of marriage in mutual and lasting love and fidelity. And so, in the presence of the church, I ask you to state your intentions. Yes, Jackson Jacob. Yes, Renita. Jackson, Jacob, and Renita Mendoza, have you come here freely and without reservation to give yourselves to each other in marriage? Yes, I have. Yes, I have. Will you love and honor each other as husband and wife for the rest of your lives? Yes, I will. Yes, I will. Will you accept children loving from God and bring them up according to the law of Christ and His church? Yes, I will. Yes, I will. Since it is your intention to enter into marriage, join your right hands and declare consent before God and His church. I, Jackson, do take you, Renita, to be my wife. I promise to be true to you in good times and in bad, in sickness and in health. I love you and honor you all the days of my life. I, Renita, do take you, Jackson, to be my husband. I promise to be true to you in good times and in bad, in sickness and in health. I will love you and honor you all the days of my life. You have declared your consent before the church. May the Lord in His goodness strengthen your consent and fill you both with abundant blessings. And God has joined the Lord and separate. Blessing of the locket. Lord, bless this locket. Which we bless you, we bless in your name. Grant that those who wear this may always have deep faith in each other. May they do your will always and live together in peace, goodwill, and love. We ask this through Christ our Lord. Amen. Lord, bless these rings and Mandragogi, which we bless in your name. Grant that those who wear them may always have deep faith in each other. May they do your will and always live together in peace, goodwill, and love. We ask this through Christ our Lord.
Renita, Renita, take this locket take this locket as a sign as a sign of my love of my love and fidelity. and In the fidelity. name of the Father, In the name of the and Father, of the Son, and of the Son, and of the Holy Spirit. and of the Holy Spirit. Jepson, Take this ring take this ring as a sign as a sign of my love of my love and fidelity. and In fidelity. the name of the Father, In the name of the Father, and of the Son, and of the Son, and of the Holy Spirit. and of the Holy Spirit. As in Jepson and Renita have declared their consent to a holy matrimony, and have witnessed the same before God and this congregation, and have pronounced them as a dead man.